വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഓർമ്മിക്കുക, ജീവിതം സൗഭാഗ്യകരമാകാനും ദീർഘായുസ്സുണ്ടാകാനുമുള്ള കുറുക്കുവഴി അമേരിക്കയിലെ റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ ആഷ്ലി മോഡ്ഗെറ്റ് എന്ന നരവംശാസ്ത്രജ്ഞൻ നിർദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക. യുവത്വം ചിന്തയിൽ പുലർത്തുക, യൗവനം താനെ വന്നുകൊള്ളും. പ്രായം എത്രയധികമായാലും കുട്ടികളെ പോലെയോ യുവാക്കളെ പോലെയോ പ്രസരിപ്പോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായാൽ ജീവിതം സൗഭാഗ്യപ്രദവും ആയുസ് ദീർഘവുമാക്കാമെന്നാണ് ആഷ്ലി പറയുന്നത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക, വിനോദങ്ങളിൽ ഏർപ്പെടുക, പാട്ടുപാടുക, കഥ കേൾക്കുക, നൃത്തം ചെയ്യുക, ഇവയൊക്കെ കുട്ടികൾക്ക് പ്രിയങ്കരമാണ്. പ്രായമായവർ ഇവയൊക്കെ ബാലിശമായ കാര്യങ്ങളായി തള്ളിക്കളയണമെന്ന് ചിലർ ചിന്തിക്കുന്നു. പക്വതയുടെ കുറവായിട്ടാണ് ഇങ്ങനെയുള്ളവർ അതിനെ കാണുന്നതും കരുതുന്നതും. എന്തിലും ഏതിലും ജിജ്ഞാസുക്കളായ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയും ഭാവനകളും നീക്കിക്കളഞ്ഞാൽ മനസ്സ് മുരടിക്കുക മാത്രമല്ല, ആ മുരടിപ്പ് ശരീരകോശങ്ങളെയും ബാധിക്കുമെന്ന് ആധുനിക ശാസ്ത്രം വ്യക്തമാക്കുന്നു. സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാൻ ശിശുക്കൾക്ക് തുല്യരാകണമെന്നാണല്ലോ ഈശോയുടെ ഉദ്ബോധനം. സ്വർഗം മാത്രമല്ല, പ്രപഞ്ചം പോലും കരസ്ഥമാക്കാൻ കുഞ്ഞുങ്ങളുടെ മനോഭാവം ഉണ്ടാകണം. കുട്ടികളെപ്പോഴും പ്രസരിപ്പും സന്തോഷവുമുള്ളവരായി കാണപ്പെടുന്നു. അവർ ഭാവിയെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നില്ല, വർത്തമാനവും ഭൂതവും ഓർത്ത് നിരാശരാകുന്നില്ല. എല്ലാം തങ്ങളുടെ മാതാപിതാക്കളിൽ സുരക്ഷിതമാണെന്ന് അവർ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മനോഭാവം കൈവരിക്കാൻ പ്രാപഞ്ചിക ദർശനം മാത്രമുള്ള ഒരുവന് സാധിച്ചെന്ന് വരില്ല. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. സുഖവും ദുഃഖവും ഭാവിയും ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ദൈവത്തിൽ അർപ്പിച്ച് തികഞ്ഞ സന്തോഷത്തോടെ നിലകൊള്ളുവാൻ അവന് കഴിയും. അതുകൊണ്ട് ഉത്കണ്ഠകളില്ലാതെ ആശ്വാസവും സന്തോഷവും സ്വീകരിച്ച് പ്രസന്നഭാവം ജീവിതത്തിലുടനീളം പുലർത്തുവാൻ സാധിക്കും. നമുക്കും കുഞ്ഞു മനസ്സിന്റെ ഉടമകളായി മാറുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. തിരയിളകും കടലിലെന്റെ അഭയമായിതാ, നാഥനെന്നെ കടലിന്മീതെ തേടിയെത്തുന്നു. തിരയിളകും കടലിലെന്റെ അഭയമായിതാ, നാഥനെന്നെ കടലിന്മീതെ തേടിയെത്തുന്നു. ആനന്ദം അലകളാ വന്നല്ലോ എന്നുള്ളിൽ, ആനന്ദം അലകളായി വന്നല്ലോ
കാറ്റടിച്ചാലും കൊടും കാറ്റടിച്ചാലും ഭയപ്പെടില്ല, ഞാൻ തളരുകില്ല. നാഥനെന്നും എൻ കൂടെയില്ലേ, അലമുകളിൽ അവൻ അഭയമല്ലേ. ജീവനൗക ഞാൻ തുഴഞ്ഞു നീങ്ങിടും നേരം, പടകിലെന്റെ നാഥൻ എന്നെ തേടുന്ന നേരം, ആനന്ദം അലകളാ വന്നല്ലോ എന്നുള്ളിൽ. ആനന്ദം അലകളായി വന്നല്ലോ എന്നുള്ളിൽ. കരയെടുക്കാൻ കാഴ്ചയില്ല, ഇരുളകറ്റാൻ എന്നാഥനില്ലേ. തിരുവിളി ഞാൻ കേട്ടിടുന്നു, തിരുഹിതം ഞാൻ കണ്ടിടുന്നു. പാപഭാരം പേറി നീറും ലോകവേദിയിൽ സ്നേഹമോടെ നാഥൻ എന്നെ ചേർക്കുന്ന നേരം, ആനന്ദം അലകളാ വന്നല്ലോ എന്നുള്ളിൽ. ആനന്ദം അലകളായി വന്നല്ലോ എന്നുള്ളിൽ. തിരയിളകും കടലിലെന്റെ അഭയമായിതാ, നാഥൻ എന്നെ കടലിന്മീതെ തേടിയെത്തുന്നു. തിരയിളകും കടലിലെന്റെ അഭയമായിതാ, നാഥൻ എന്നെ കടലിന്മീതെ തേടിയെത്തുന്നു. ആനന്ദം അലകളാ വന്നല്ലോ എന്നുള്ളിൽ. ആനന്ദം അലകളായി വന്നല്ലോ എന്നുള്ളിൽ. ഏലേലോ, 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 ഏലേലോ.